ഹായ്, മൈസെൽഫ് ശ്രീറാം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ചാനലിൽ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രോഗ്രാം നമ്മുടെ ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന രീതിയിലൊരു പ്രോഗ്രാം ചെയ്യാം എന്ന് വിചാരിച്ചുകൊണ്ടാണ്. അതായത് കൽക്കി മൂവിയുടെ റിവ്യൂ ആണ് ഇത്. ഒരിക്കൽ കൂടെ പറയുന്നു, ഇത് ശ്രീറാമിൻ്റെ റിവ്യൂ ആണ്. ഇത് മറ്റുള്ളവരുടെ അഭിപ്രായമായിട്ടൊന്നും കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമില്ല. ഓക്കെ. അപ്പോൾ ഞങ്ങൾ ഒരു സ്റ്റാർട്ടിംഗ് ചാനൽ എന്നുള്ള നിലയിൽ ഒരുപാട് വലിച്ചു നീട്ടിക്കൊണ്ട്, കാരണം ഈ സിനിമയെപ്പറ്റി പറയാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞാൽ സമുദ്രം പോലെ തന്നെ പറയാനുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ അതുകൊണ്ട് അങ്ങനെയുള്ള ഇതൊന്നും പറയുന്നില്ല, ഡയറക്റ്റായിട്ട് മാറ്ററിലോട്ട് വരാം. ഈ സിനിമയിൽ ഞാൻ കൈയടിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ആക്ടേഴ്സിനെ ഒന്നുമല്ല. ഞാൻ ഫസ്റ്റ് കൈയടിക്കുന്നത് നാഗശ്വിൻ എന്ന് പറയുന്ന അനുഗ്രഹീത എഴുത്തുകാരൻ, അതുപോലെ തന്നെ സംവിധായകനെ തന്നെയാണ്. ഓക്കെ. കാരണം നമ്മൾ പണ്ട് മലയാളികൾ പുച്ഛിച്ച് തള്ളിയിരുന്ന ഇൻഡസ്ട്രീസാണ് തെലുഗു ഇൻഡസ്ട്രി, അതുപോലെ തന്നെ കന്നഡ ഇൻഡസ്ട്രി. ഓക്കെ, ഈ രണ്ട് ഇൻഡസ്ട്രിയിൽ നിന്നും ഇന്ന് വരുന്ന സിനിമകൾ നമുക്ക് ഒരിക്കൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സിനിമകളാണ് വരുന്നത്. കാരണം മലയാളത്തിലൊക്കെ ഇങ്ങനെയൊക്കെ മേക്ക് ചെയ്യാൻ കഴിവുള്ള ഡയറക്ടേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവും, ഇല്ലെന്നൊന്നും പറയുന്നില്ല. കാരണം മലയാളികൾ ആരും ഒട്ടും പിറകിലൊന്നുമല്ല. ഈ വർഷത്തെ ആദ്യത്തെ 100 കോടിയൊക്കെ കിടന്ന പടങ്ങളൊക്കെ മലയാളത്തിൽ നിന്നുള്ള പടങ്ങൾ തന്നെയാണ്. പക്ഷെ അതൊന്നുമല്ല, നമ്മൾ ത്രസിപ്പിക്കുന്ന സിനിമകൾ, നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം ഉള്ള സിനിമകൾ. ഓക്കെ, ഇപ്പം കൽക്കി എന്ന് പറഞ്ഞ സിനിമ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞു, ആദ്യത്തെ ഫസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ സംവിധായകന് തന്നെയാണ്, നാഗ് അശ്വിൻ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മുൻകാല പടങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം നോർമൽ കേസിൽ മലയാളത്തിലൊക്കെയാണ്, നോർമൽ കേസിൽ ഞാൻ പറയുന്ന കാര്യം, ഇപ്പം ഞാനൊരു നടനാണെങ്കിൽ ഒരു ഡയറക്ടറിൻ്റെ അടുത്തുനിന്നൊരു കഥ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ മുൻകാല പടങ്ങളായിരിക്കും ആദ്യം നോക്കുന്നത്. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പടം ചെയ്യാൻ, ലിഫ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ടോ, മേക്ക് ചെയ്യാനുള്ള കഴിവുണ്ടോ എന്നൊക്കെ ആയിരിക്കാം. അപ്പം ഈ നാഗശ്വിൻ്റെ മുൻകാല പടങ്ങളെ വെച്ച് നോക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അത്ഭുതപ്പെടുത്തുകയാണ് നമ്മളെ. അത്ഭുതപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തുകയാണ്. ഇനി നമുക്ക് ഈ സിനിമയിൽ എൻ്റേതായ അഭിപ്രായങ്ങളിലോട്ട് വരുന്നതിന് മുമ്പ് ഇതിൽ സ്റ്റാർ കാസ്റ്റ് എന്ന് പറയുമ്പോൾ ഭീകരമായ സ്റ്റാർ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭീകരമായ സ്റ്റാർ കാസ്റ്റാണ്. കാരണം അമിതാഭ് ബച്ചനുണ്ട്, കമൽഹാസനുണ്ട്, പ്രഭാസിനെ കൂടാതെ, പ്രഭാസിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ദീപിക പദുകോണുണ്ട്, ശോഭനാമ്മയുണ്ട്. മലയാളം ഒന്നല്ല, ഇന്ത്യൻ സിനിമയുടെ തന്നെ അഹങ്കാരം എന്ന് പറയുന്ന ശോഭന ചേച്ചിയുണ്ട്. അങ്ങനെ ഒരുപാട് ആക്ടേഴ്സ് ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ സിനിമയിലോട്ട് വരുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, കാരണം ഞാൻ ഈ സിനിമ ആക്ച്വലി ഞാൻ ഫസ്റ്റ് ഡേ കാണണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ എനിക്കത് പറ്റിയില്ല. അതിൻ്റെ കാരണം എൻ്റെ പേഴ്സണൽ റീസൺസ് കാരണം എനിക്ക് പടം ഫസ്റ്റ് ഡേ കാണാൻ പറ്റിയില്ല. എന്നാൽ ഞാനത് ഇന്ന് തന്നെ കാണണം, ഇന്ന് തന്നെ റിവ്യൂ ഇടണമെന്ന് ഞാൻ ചിന്തിക്കാൻ കാരണം രണ്ട് പേരുടെ അഭിപ്രായമാണ്. ഒന്ന് ഉമ്മയപ്പ, 2 ഷസാം. അപ്പോൾ ഈ ഷസാമിൻ്റെ റിവ്യൂ ജസ്റ്റ് ഞാൻ ഒരിക്കലും ഒരാളുടെ റിവ്യൂസ് മുഴുവനായിട്ട് കാണാറില്ല. ജസ്റ്റ് ഒന്ന് കാണും. എന്താണ് കാരണം, ഞാൻ ആ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഞാൻ മുഴുവനായിട്ട് കാണും. പക്ഷേ ഇനിയും വേണം എനിക്ക് ഷസാമിൻ്റെ റിവ്യൂ വേണമെങ്കിലും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഈ സിനിമയിൽ 3ാമത്തെ ഒരു എപ്പിക്കാണ് ഈ കൽക്കി എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നമുക്കുള്ള ഒരു എപ്പിക്ക് മഹാഭാരതമാണ്, ഒരു എപ്പിക്ക് രാമായണമാണ്. അതിൽ രാമായണത്തെക്കാട്ടിയും കുറച്ചുകൂടെ യങ്ങാണ് മഹാഭാരതം. അപ്പോൾ ഈ മഹാഭാരതത്തിലെ ക്യാരക്ടേഴ്സിന് എങ്ങനെ ഇന്നത്തെ ഇത്രയും ടെക്നിക്കലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലോട്ട് അവർ തിരികെ കയറ്റി എന്നതിലാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയം. ഇതിൻ്റെ ട്രെയിലേഴ്സൊക്കെ കണ്ടവർക്കറിയാം. അതുപോലെ ആനിമേഷൻ വർക്ക്സ് ആണെങ്കിലും CGs ഒക്കെ ആണെങ്കിലും അപാരമായ രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട്. അതിലൊന്നും എനിക്ക് എതിരഭിപ്രായമൊന്നുമില്ല. ഞാൻ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, പ്രഭാസിന് ആഫ്റ്റർ ബാഹുബലിക്ക് ശേഷം പ്രഭാസിന് കിട്ടിയിരിക്കുന്ന ഒരു നല്ലൊരു റോള് തന്നെയാണ്. വളരെ ശക്തമായ പവർഫുള്ളായിട്ടൊരു ക്യാരക്ടർ തന്നെയാണ് ഈ സിനിമയിൽ കൽക്കിയിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോഴും പറയുന്നു, ഇതൊരു യൂണിവേഴ്സ് ആണ്, മൂവി യൂണിവേഴ്സ് ആണ്. സോ ഇപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട്, ഇതിൻ്റെ ലാസ്റ്റ് പാർട്ടൊക്കെ വരുമ്പോൾ പ്രഭാസ് തന്നെ ആയിരിക്കുമോ ഹീറോ എന്ന് പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല. ബട്ട് ഈ പടത്തിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ പ്രഭാസിൻ്റെ സ്റ്റാർ വാല്യൂ ഒരു ഭയങ്കരമായ ലിഫ്റ്റിംഗ് തന്നെയാണ് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഞാൻ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ സിനിമ കാണാതിരിക്കരുത്. ഞാൻ പറയുന്ന കാര്യം, നമ്മൾ ഈ ലോർഡ് ഓഫ് ദി റിങ്സ്, അവതാർ, അതുപോലെ തന്നെ ഹോബിറ്റ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള സിനിമകൾ നമ്മൾ പോയിരുന്ന് 3, 3.5, 4 മണിക്കൂർ ഇങ്ങനെ പോയിരുന്ന് കാണുന്ന നമ്മുടെ സിനിമ, നമ്മുടെ ഒരു ഇന്ത്യൻ സിനിമ അതിലും ഭീകരമായ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഇത് മിസ്സാക്കരുത്. ദയവ് ചെയ്ത് ആരും OTT റിലീസിന് വേണ്ടി കാത്തിരിക്കരുത്. കാരണം ഇങ്ങനെയുള്ള സിനിമകൾ നമ്മൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഇനിയും ഉള്ള ക്രിയേറ്റേഴ്സിന് ഇതിലും നല്ല പടങ്ങൾ ചെയ്യാനുള്ള ഒരു
ഇതുണ്ടാവുള്ളൂ, ഒരു ഒരു ഗട്ട്സ് ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ വീണ്ടും പറയുന്നു, ഇതിലെ കഥ ഇപ്പോൾ പറയുന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അയ്യോ അങ്ങനെയാണ്, അതൊന്നും അല്ല. ഈ സിനിമ നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ നമുക്ക് ഒരു മായാലോകത്തോട്ട് നമ്മളെ കൊണ്ടുപോകും എന്നത് തന്നെയാണ്. കാരണം എൻ്റെ ഒരു വിശ്വാസം ഞാൻ പറയുകയാണ്. കാരണം പക്ഷേ ഇപ്പം ഞാൻ ഒരുപാട് സിനിമകൾ കാണുന്ന ഒരാളായതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു നല്ലൊരു സിനിമ നമ്മുടെ ഈ ഇന്ത്യൻ ഇൻഡസ്ട്രിക്ക് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന എൻ്റെ പേര് എൻ്റെ പേര് ഡയറക്ടർ ബോർഡിൽ വരുന്ന ഒരു നല്ലൊരു പടം ചെയ്യണമെന്ന് ആഗ്രഹമൊക്കെ ഉള്ള ഒരാളായതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇതിൽ 1-2 സീക്വൻസുകളൊക്കെ എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അല്ല, അതിലൊന്നും ഒരു കാര്യവും ഇല്ല. ഈ വയസ്സിലും അമിതാഭ് ബച്ചൻ, ശോഭനാമ ഒരു രക്ഷയില്ലാത്ത സിനിമയാണ്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെ ഒന്നുമല്ല അവർ അതിനെ വിഷ്വൽ ചെയ്തേക്കുന്നത്. ഈ പറയുന്നതിൻ്റെ മേക്കിംഗ് ആണെങ്കിലും ശരി, ആക്ഷനൊക്കെ ആണെങ്കിലും ശരി, ഓസമാണ്. ഒരു കാരണവശാലും നിങ്ങൾ ഈ പടം മിസ് ചെയ്യരുത്. ഞാൻ ഇതിൻ്റെ കഥയിലോട്ടോ ഒരിക്കലും നമ്മുടെ ചാനലിൽ ഒരിക്കലും ഒരു സിനിമയുടെ കഥ റിവീൽ ചെയ്തുകൊണ്ട് ഒരു റിവ്യൂ വരത്തില്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഇപ്പം നമ്മളൊരു തുടക്ക ചാനലാണ്, നമുക്കാകെ 586 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. പക്ഷേ ഞാൻ പറയുന്ന കാര്യം, ഈ 586 പേരെങ്കിലും ഈ സിനിമ കാണണം എന്നെനിക്കൊരാഗ്രഹമുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ ഈ പടം മിസ്സാക്കരുത്. കൽക്കി തന്നെയാണ്.